നിങ്ങളറിയാതെ നിങ്ങളുടെ നടത്തം നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുകയാണ്. റിസപ്ഷനിലെ സോഫയിൽ മറ്റുദ്യോഗാർത്ഥികളോടൊപ്പം നിങ്ങളും ഇരിക്കുന്നു. നിങ്ങളുടെ ഊഴമെത്തിയപ്പോൾ നിങ്ങളുടെ പേര് വിളിക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റ് ആ ഇന്റർവ്യൂ റൂമിന്റെ വാതിൽ വരെ നടക്കുന്നു. ആ 10 അടി ദൂരം കൊണ്ട് നിങ്ങൾ ഒന്നും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നയാൾ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, നിങ്ങളുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച്, ആ ജോലി ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം യോഗ്യനാണെന്നതിനെക്കുറിച്ച് ഒരു ധാരണ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കും. ഞെട്ടലുണ്ടോ? ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം. ശാസ്ത്രീയമായി പറഞ്ഞാൽ ആദ്യത്തെ 7 സെക്കൻഡിനുള്ളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരാൾ ഒരു ധാരണ രൂപപ്പെടുത്തും. ഇതിനെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ഈ ആദ്യ ധാരണയുടെ 90% രൂപപ്പെടുന്നത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ നോൺ വെർബൽ ക്യൂസ് അഥവാ ശരീരഭാഷയിൽ നിന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ നടത്തം. നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയുടെ, നിങ്ങളുടെ ചിന്തകളുടെ, നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിന്റെ ഒരു നേർചിത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നടത്തം നിങ്ങളെക്കുറിച്ച്, ഞാനൊരു ആത്മവിശ്വാസമില്ലാത്ത ആളാണ്, എനിക്ക് കാര്യങ്ങളിൽ ഒരു ഉറപ്പുമില്ല, ഞാൻ അല്പം പേടിയുള്ള ആളാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടാവാം. പക്ഷേ ഒരു സന്തോഷവാർത്തയുണ്ട്. ഇതൊരു സ്ഥിരമായ അവസ്ഥയല്ല. നിങ്ങളുടെ നടത്തം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതൊരു അഭിനയമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മവിശ്വാസത്തെയും കഴിവിനെയും തട്ടിയുണർത്താനുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിഗറാണ്. ഈ വീഡിയോയിലൂടെ സാധാരണക്കാർ വരുത്തുന്ന, എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത 5 വലിയ തെറ്റുകൾ എന്തെല്ലാമാണെന്നും അവ എങ്ങനെ തിരുത്തി ആരെയും ആകർഷിക്കുന്ന ശക്തമായ ആത്മവിശ്വാസമുള്ള ഒരു നടത്തം സ്വന്തമാക്കാമെന്നും നമ്മൾ ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വരുത്താൻ പോകുന്ന മാറ്റം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. അതിനാൽ ശ്രദ്ധയോടെ കാണുക. മിസ്റ്റേക്ക് നമ്പർ 1, ചാർലി ചാപ്ലിൻ നടത്തം, ദ വി ഷേപ്പ് വാക്ക്. ഇതിലെന്താണ് പ്രശ്നം? നമ്മളിൽ പലരും, പ്രത്യേകിച്ച് പുരുഷന്മാർ, നടക്കുന്ന സമയത്ത് പാദങ്ങൾ പുറത്തേക്ക് വി ആകൃതിയിൽ വെച്ചാണ് നടക്കുന്നത്. റാമ്പിൽ നടക്കുന്ന പുരുഷ മോഡലുകളെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതൊരു കൂൾ സ്റ്റൈലാണെന്ന് തെറ്റിദ്ധരിച്ചോ ആകാം ഇത് ശീലിച്ചത്. പക്ഷെ സൈക്കോളജിക്കലായി ഇത് നൽകുന്ന സന്ദേശം വളരെ മോശമാണ്. ഇങ്ങനെ നടക്കുന്ന ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ ഉപബോധ മനസ്സിൽ തോന്നുന്നത്, ഇയാൾക്കൊരു ലക്ഷ്യബോധമില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഉറപ്പില്ല, എപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് എന്നൊക്കെ. ഒരു നേതാവ്, ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള വ്യക്തി ഒരിക്കലും ഇത്തരത്തിൽ ഊർജം ചിതറിച്ചുകൊണ്ട് നടക്കില്ല. അവരുടെ ഓരോ ചുവടും ഉറച്ചതും കൃത്യമായ ദിശയിലുമായിരിക്കും. എന്തുകൊണ്ട് ഈ ശീലം വരുന്നു? ചെറുപ്പത്തിൽ ശരിയായ രീതിയിൽ നടക്കാൻ പരിശീലിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ അനുകരണങ്ങൾ കൊണ്ടോ ആകാം ഈ ശീലം രൂപപ്പെടുന്നത്. കാലക്രമേണ ഇത് നമ്മുടെ സ്വാഭാവികമായ നടത്തമായി മാറുന്നു. പരിഹാരം: നേർരേഖാ പരിശീലനം, ദ സ്ട്രെയിറ്റ് ലൈൻ ടെക്നിക്. ഇത് മാറ്റിയെടുക്കാൻ വളരെ ലളിതമായൊരു വ്യായാമമുണ്ട്. വീട്ടിലെ ടൈലുകളുടെ നേർരേഖയെ ഒരു ഗൈഡായി ഉപയോഗിക്കുക. ആ വരയിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ 2 കാൽ വിരലുകളും നേരെ മുന്നോട്ട് ചൂണ്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഇത് പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. തുടക്കത്തിൽ ഇതല്പം അസ്വാഭാവികമായി തോന്നാം, കാരണം നിങ്ങളുടെ മസിലുകൾ പഴയ രീതിയുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ വെറും ഒരാഴ്ചത്തെ ബോധപൂർവമായ ശ്രമം കൊണ്ട് നിങ്ങൾക്ക് ഈ തെറ്റ് പൂർണ്ണമായും തിരുത്താൻ സാധിക്കും. നിങ്ങളുടെ നടത്തത്തിന് ഒരു അത്ഭുതകരമായ ഒരു സ്ഥിരതയും പക്വതയും കൈവരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. മിസ്റ്റേക്ക് നമ്പർ 2, അതിവേഗവും മെല്ലെപ്പോക്കും, ദ അൺകൺട്രോൾഡ് പേസ്. എന്താണ് പ്രശ്നം? നിങ്ങളുടെ നടത്തത്തിന്റെ വേഗത നിങ്ങളുടെ മാനസികാവസ്ഥയുടെ ഒരു അളവുകോലാണ്. ചിലരെപ്പോഴും തിരക്കിട്ട് ഓടുന്നത് പോലെയാണ് നടക്കുന്നത്. ഇവർ നൽകുന്ന സന്ദേശം, ഞാൻ ടെൻഷനിലാണ്, എനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഞാൻ വെപ്രാളത്തിലാണ് എന്നൊക്കെയാണ്. ഒരു പ്രൊഫഷണൽ മീറ്റിംഗിലേക്ക് ഇങ്ങനെ ഓടിക്കയറി ചെല്ലുന്നത് നിങ്ങളുടെ വില കുറയ്ക്കുകയുള്ളൂ. മറിച്ച് തീരെ പതുക്കെ, ഒരു താൽപ്പര്യവുമില്ലാതെ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ നടക്കുന്നവരുണ്ട്. ഇത് മടിയുടെയും ഊർജമില്ലായ്മയുടെയും ആത്മവിശ്വാസക്കുറവിന്റെയും വ്യക്തമായ ലക്ഷണമാണ്. എന്തുകൊണ്ട് ഈ ശീലം വരുന്നു? തുടർച്ചയായ സ്ട്രെസ്, ആങ്സൈറ്റി എന്നിവ അതിവേഗ നടത്തത്തിന് കാരണമാകുമ്പോൾ ജീവിതത്തിലോട് താൽപ്പര്യക്കുറവ്, ഡിപ്രഷൻ അല്ലെങ്കിൽ ശാരീരികമായ ക്ഷീണം എന്നിവ മെല്ലെപ്പോക്കിന് കാരണമായേക്കാം. പരിഹാരം: നിയന്ത്രിതവും താളാത്മകവുമായ വേഗത, ദ റിത്മിക് സ്ട്രൈഡ്. ഏറ്റവും ആകർഷകമായ നടത്തം എന്നത് ഒരു മിതമായ, നിയന്ത്രിതമായ, താളാത്മകമായ വേഗതയിലുള്ളതാണ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നും നിങ്ങളുടെ സമയത്തെയും ഊർജത്തെയും നിങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു എന്നൊരു സന്ദേശമാണിത് നൽകുന്നത്. ഇത് പരിശീലിക്കാൻ
നടക്കുന്ന സമയത്ത് മനസ്സിലൊരു താളം കണ്ടെത്തുക. ഓരോ ചുവടും നിലത്ത് പൂർണ്ണമായും ഉറപ്പിക്കുക. പാദത്തിന്റെ ഉപ്പൂറ്റി ആദ്യം നിലത്ത് സ്പർശിക്കുകയും പിന്നീട് വിരലുകളിലേക്ക് ഭാരം മാറുകയും ചെയ്യുന്ന രീതി പരിശീലിക്കുക. മിസ്റ്റേക്ക് നമ്പർ 3, ഗ്രൂപ്പിൽ നിന്ന് ഒതുങ്ങി പിന്നോട്ട് നടക്കുന്നത്. എന്താണ് പ്രശ്നം? നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പമോ സഹപ്രവർത്തകരോടൊപ്പമോ നടക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംഭാഷണങ്ങളിൽ മുഴുകി അവർ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഏറ്റവും പിന്നിലായാണോ നടക്കുന്നത്? ഇതൊരു ചെറിയ കാര്യമായി തോന്നാം, എങ്കിലും ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. നിങ്ങൾ ആ ഗ്രൂപ്പിലെ ഒരു പ്രധാനിയല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ സംഭാഷണത്തിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാമാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാമൂഹികമായി ഇത് നിങ്ങളെ ഒരു ഫോളോവറായി ചിത്രീകരിക്കുന്നു, ഒരു ലീഡറായിട്ടല്ല. എന്തുകൊണ്ട് ഈ ശീലം വരുന്നു? നാണം, അപകർഷതാബോധം അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കാത്ത, ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണിത്. പരിഹാരം: മുന്നോട്ട് ചുവടുവയ്ക്കൂ. അടുത്ത തവണ ഒരു ഗ്രൂപ്പിനൊപ്പം നടക്കുമ്പോൾ ബോധപൂർവം അവരോടൊപ്പമോ അല്ലെങ്കിൽ ഒരു ചുവട് മുന്നിൽ നടക്കാൻ ശ്രമിക്കുക. സംഭാഷണത്തിന്റെ കേന്ദ്രബിന്ദുവാകാൻ ശ്രമിക്കുക. ഇത് തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത്, ഞാനും ഈ ഗ്രൂപ്പിലെ ഒരു പ്രധാനിയാണ്, എന്റെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട് എന്നാണ്. നിങ്ങളുടെ ശരീരഭാഷയിലെ ഈ മാറ്റം മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്ന രീതിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനും തുടങ്ങും. മിസ്റ്റേക്ക് നമ്പർ 4, കുഞ്ഞൻ ചുവടുകൾ. ദ ടൈനി ടിമിഡ് സ്റ്റെപ്സ്. എന്താണ് പ്രശ്നം? ശരീരത്തിന് അനുപാതികമല്ലാത്ത വളരെ ചെറിയ ചുവടുകൾ വെച്ച് നടക്കുന്നത്, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ, ആത്മവിശ്വാസക്കുറവിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങളിലൊന്നാണ്. ഇത് കാണുന്നവർക്ക് നിങ്ങൾ ഭയപ്പാടിലാണെന്നും അടുത്ത ചുവട് എങ്ങോട്ട് വെക്കണമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും റിസ്ക് എടുക്കാൻ മടിയുള്ള ആളാണെന്നുമുള്ള ഒരു ധാരണ നൽകും. നിങ്ങളുടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള അസ്ഥിരതയും ബലഹീനതയും ഇത് നൽകും. എന്തുകൊണ്ട് ഈ ശീലം വരുന്നു? ചെറുപ്പത്തിൽ എപ്പോഴും അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന ഉപദേശം ഒരുപാട് കേട്ടതിന്റെ ഫലമായിരിക്കാം ഇത്. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാത്തതും എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചതും ഇങ്ങനെയൊരു നടത്ത ശൈലിക്ക് കാരണമാകാം. പരിഹാരം: നിലത്തുറച്ച് ധൈര്യമായി നടക്കുക. ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ സ്വാഭാവികമായ ചുവടിന്റെ വലിപ്പം കണ്ടെത്തുക. നടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ അല്പം കൂടി അകത്തിവെച്ച് കുറച്ചുകൂടി വലിയ ചുവടുകൾ വെച്ച് നടന്നു നോക്കൂ. ഓരോ ചുവടും നിലത്ത് പൂർണ്ണമായും ഉറപ്പിക്കുക. നിങ്ങളുടെ ശരീരഭാരം മുഴുവൻ ആ ചുവടിൽ താങ്ങുക. ഇത് നിങ്ങളുടെ നടത്തത്തിന് ഒരു തരം കരുത്തും സ്ഥിരതയും നൽകും. നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഇടം ഉറപ്പിക്കുകയാണെന്നൊരു തോന്നൽ ഇത് നിങ്ങൾക്കും കാണുന്നവർക്കും നൽകും. മിസ്റ്റേക്ക് നമ്പർ 5, കാലുകൾ പിണച്ചുള്ള നടത്തം. ദ അൺസ്റ്റേബിൾ ക്രോസ് ലെഗ് വാക്ക്. എന്താണ് പ്രശ്നം? ചിലർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു ശൈലിയാണിത്. ഒരു കാലിനെ മറ്റു കാലിന്റെ മുന്നിലൂടെ ക്രോസ് ചെയ്ത് ഒരു നേർരേഖയിൽ നടക്കുന്നത്. മോഡലുകൾ കാറ്റ് വാക്ക് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം പലരും ഇത് അനുകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊരു അസ്ഥിരമായ നടത്തമാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ബാലൻസിനെ ഇല്ലാതാക്കുന്നു. പെട്ടെന്ന് നടക്കേണ്ടി വരുമ്പോഴോ ഓടേണ്ടി വരുമ്പോഴോ വീഴാനുള്ള സാധ്യത ഇത് കൂട്ടുന്നു. സൈക്കോളജിക്കലായി ഇത് ചിലപ്പോൾ അമിതമായ ശ്രദ്ധ നേടാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാം. പരിഹാരം: സ്വാഭാവികവും ശക്തവുമായ അടിത്തറ. ഏറ്റവും ശക്തവും ആകർഷകവുമായ നടത്തം നിങ്ങളുടെ 2 കാലുകളും നിങ്ങളുടെ തോളുകളുടെ വീതിക്ക് സമാന്തരമായി വെച്ച് നേർരേഖയിൽ മുന്നോട്ട് നടക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ല അടിത്തറയും ബാലൻസും നൽകുന്നു. നിങ്ങളുടെ നടത്തം കൃത്രിമമായി തോന്നാതിരിക്കാനും ഇത് സഹായിക്കും. ഓർക്കുക, ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം സ്ഥിരതയാണ്. ശ്രദ്ധിക്കുക, ഇതൊരു മാനസിക വിപ്ലവമാണ്, മൈൻഡ്സെറ്റ് ഷിഫ്റ്റ്. നിങ്ങൾ കൂണിപ്പൊടിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കുന്ന സന്ദേശം നിങ്ങൾ ബലഹീനനും പരാജിതനുമാണെന്നാണ്. എന്നാൽ നിങ്ങൾ നിവർന്ന് നെഞ്ചുവിരിച്ച് ഉറച്ച കാൽവെപ്പുകളോടെ നടക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് ശക്തമായൊരു സന്ദേശം പ്രവഹിക്കും. ഐ ആം പവർഫുൾ, ഐ ആം കോൺഫിഡന്റ്, ഐ ആം ഇൻ കൺട്രോൾ. ഈ മാറ്റം നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കും. നിങ്ങളുടെ ഹോർമോൺ ലെവലിൽ പോലും മാറ്റങ്ങൾ വരുത്തും. അതായത്, നിങ്ങളുടെ നടത്തം മാറ്റുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുകയാണ്. ശ്രദ്ധിക്കുക, ഒരു ശക്തമായ മുന്നറിയിപ്പ്. ഈ നിർദ്ദേശങ്ങൾ പൊതുവായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. കടുത്ത സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റു മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ
തീർച്ചയായും ഒരു വിദഗ്ധനായ സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടേണ്ടതാണ്. ഈ വീഡിയോ ഒരു ചികിത്സാ മാർഗമല്ല. ഈ അറിവ് വെറുതെ കേട്ടുപോകാനുള്ളതല്ല, പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഇന്നു മുതൽ നിങ്ങൾ നടക്കുന്ന ഓരോ ചുവടും ബോധപൂർവമായിരിക്കട്ടെ. ഈ 5 തെറ്റുകളും നിങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പരിശീലിക്കുക. ഈ ആഴ്ച നിങ്ങൾക്കുള്ള ചലഞ്ച് ഇതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു തെറ്റ് തിരുത്താൻ ശ്രമിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, ആളുകളുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം വന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. ഈ അറിവ് നിങ്ങൾക്കൊരു പുതിയ ഉൾക്കാഴ്ച നൽകിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നടത്തം ഇനി മുതൽ നിങ്ങളുടെ ദൗർബല്യമല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ ഇത് കാരണമായേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യം കൂട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ചുവടുവയ്ക്കുക. നന്ദി.